வணக்கம் சொந்தங்களே, வெல்கம் டு போலி ஃபேமிலி சேனல் vlog. எங்க முகத்தெல்லாம் ஒரு சந்தோஷம். ஏன் தெரியுமா? நம்ம குஞ்சாவா நம்ம வீட்டுக்கு வர போறா இல்ல? குஞ்சாப்பி குஞ்சாவா அரண் குஞ்சாவான்னா அரண் குஞ்சாவான்னு நினைப்பீங்க. இது இமய குட்டிக்கு வீட்டுக்கு வர போறான். இன்னைக்கு 19th வீட்டுக்கு கொண்டு வர போறோம். 90வது நாள். எங்க ஊர்ல 90வது நாளுன்னா எதுவுமே பார்க்க வேண்டாம், அப்படியே எடுத்துட்டு வந்துடலாம். அப்போ நாங்க ஆல்ரெடி காலையில 4 மணிக்கு கிளம்பிட்டோம். இப்போ ஆல்மோஸ்ட் ஆலப்புழா ரீச் ஆயிடுச்சு. மத்தியானம் தானே திருப்பி வீட்டுக்கு போனோம். ஒரே நாளைக்கு 4 மணிக்கெல்லாம் கிளம்பிட்டோம். இப்போ சாப்பிட்டுட்டு காலையில டிஃபன் சாப்பிட்டுட்டு இப்போ வீடு பக்கம் தான் எட்டிருச்சு. ஒரே இன்ட்ரெஸ்டிங்கா இருக்கு இல்ல கொண்டு வர்றதுக்கு வீட்டுக்கு. ஆனா 2 ஃபேமிலிக்கு, எங்க ஃபேமிலிக்கு சந்தோஷம், அவங்க ஃபேமிலிக்கு கொஞ்சம் வருத்தமா இருக்கு. அந்த குட்டியை விட்டு கொஞ்சம் விளையாட எல்லாம் தொடங்கிருச்சு குழந்தை. ஆமா, அப்போ அதனாலதான் வீடியோ இப்போ கொஞ்ச நாளாவே போடல. ஏன்னா அவ அங்கேயும் இருக்கா, நான் இங்கே இருக்கேன். இனிமே தான் வீடியோஸ் எல்லாம் வரும்ல. நம்ம இமய குட்டி வந்ததுக்கு அப்புறம் தான் வீடியோஸ் எல்லாம் வரும். அவளோட ஓரோ விளையாட்டும் எல்லாமே உங்களுக்கு காமிக்கிறோம். அப்போ இன்னைக்கு ஃபுல் ஜேர்னி, அந்த ஜேர்னி ட்ரிப்போட vlog தான் இன்னைக்கு vlogல நீங்க பாப்பீங்க. அப்போ போய் பார்க்கலாம்ல, நம்ம குட்டியை போய் பார்க்கலாம். ഉറക്കത്തിന് എണിപ്പിക്കാണ് കുട്ടിനെ. എങ്ങനെ എണിപ്പിക്കാന്ന് പറഞ്ഞേ? Are you ready? എന്റെ അടുത്ത് ഫോൺ ഫസ്റ്റ് വന്നത് മെയിൻ ചെയ്തതാ എന്റെ ഭാര്യനെയാണ്. അത് എന്താണ് കുട്ടനെ മെയിൻ ചെയ്തത്? സത്യമായിട്ടും ക്യാമറയിൽ അത് കിട്ടുന്നില്ല പറഞ്ഞിട്ട് ജീവൻ അതാ കിടക്കണം. നല്ല ഉറക്കമാണ്. ഇനി മുതൽ പാലക്കാടിലെ വിശേഷങ്ങളല്ലേ ഇനി അല്ലേ? കുട്ടനാടന്ന് വിട്ടു. രാവിലെ തന്നെ കുളിപ്പിച്ചാണ്, അല്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല. അപ്പൊ ഞാൻ വന്നു, രാവിലെ വണ്ടി ഓടിയിട്ട് ടയർഡായിരുന്നു. ഇത് അവിടെ ഒരാള് പാക്കിംഗ് ഒക്കെ നിറച്ച് കൂട്ടിയിട്ടുണ്ട്. ഫുള്ള് സാധനങ്ങളും കയറ്റിയ വീടേ കാലിയാക്കാൻ പോവാണ്. ഒരു അലമാറ ഫുള്ള് അവിടെ ഫുള്ള് കാലിയാക്കി, ഒരു റൂം മൊത്തം കാലിയാക്കി. അവിടെ ഒരു ഫുള്ള് അലമാറ ഉണ്ടായിരുന്നു, അറക്കാൻ വേണ്ടിട്ട് പോവാണ്. എന്താ എനിക്ക് ഇവിടുന്ന് പോണതില് സങ്കടമാണോ അതോ മഞ്ചലൊപ്പം വരുന്നതിലുള്ള സന്തോഷം? ഏതെങ്കിലും ഒന്ന്. സങ്കടം ഇല്ലാതിരിക്കുവോ? അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെ. സങ്കടം ഇല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ സമയങ്ങൾ കഴിയുമ്പോ കണ്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ. അരൺ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇന്നലെ പറഞ്ഞോളൂ, അരണിനെ കൊണ്ട് ഞങ്ങൾ ഭയങ്കര, കാരണം അവൻ മാമാ പയ്യനാണ്, നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയല്ല, അപ്പൊ ചെറുത്, അപ്പൊ അത്ര ഇല്ല. ഞങ്ങള് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവിടുന്ന് വരുമ്പോഴായിരുന്നു ഭയങ്കര വിഷമം. പക്ഷെ ആ ഒരു വിഷമം ഞങ്ങൾക്ക് അറിയും, വല്ലാണ്ട് സമയം വൈകിട്ടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനാണ് എന്റെ അമ്മയ്ക്ക്. സിറ്റുവേഷൻ ഒരേ സാഡ് ഒരേ ഹാപ്പി. എങ്ങൾക്ക് ഹാപ്പി. എന്താ അപ്പ വീട്ടിക്ക് വരപ്പോറാ കുഞ്ഞാ. ഇതാണ് ഒരുക്കമുള്ള വന്നിട്ട് ചെറിയ ഒരുക്കങ്ങളാണ് കൊണ്ട്. ഇതാ ഇത്ര വിഭവങ്ങള് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് മതി പറഞ്ഞു. പ്രോൺസ്, കക്ക, ഇതെന്ത് മീനാണ് അമ്മ? വരാല്. ഇതാണ് അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, വരാലിന്റെ. പിന്നെ മോരുകറി. ഞങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്, എന്റെ മകന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്റെ കുഞ്ഞുമകന്റെ വീട്ടിച്ചാ പോണ്ടേ. ഇങ്ങനെ നോക്കൂ, ആള് വന്നായി നമ്മുടെ കുറ്റി. ഇല്ലമ്മോ. ആ ഓക്കെ, റെഡി. ബൈ ബൈ. അതാ നമുക്ക് പോണ്ടേ, നമ്മുടെ വീട്ടിച്ച് പോകും. നമുക്ക് വരാലോ, എപ്പോ ആണെങ്കിലും വരാം. ഇവിടെ നിന്ന് രാവിലെ ട്രെയിൻ കയറി അവിടെ എത്തുന്നു.
സെറ്റായി. എന്റെ കുഞ്ഞുമണി അവിടെ സ്വത്തി. എന്താ എന്റെ മകൻ അവിടെ കണ്ട് കാക്കയൊക്കെ കണ്ടോ? അവിടെ സ്വത്തി. കാഴ്ചകൾ കാണണേ. നല്ല തിരക്കിലാണ് ആള്. കാഴ്ചകൾ കാണുന്ന തിരക്കാണ്. അതിങ്ങനെ വണ്ടിയിലിങ്ങനെ കുലുങ്ങുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. നോക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മടെ വീട്ടിക്ക് പോവണേ. വെൽക്കം ടു അവർ ഹോം. കുഞ്ഞിപ്പെണ്ണിന്റെ വീടാണേ. കുഞ്ഞിപ്പെണ്ണേ, കുഞ്ഞിപ്പെണ്ണേ, കുഞ്ഞിപ്പെണ്ണിന്റെ വീടെത്തി. കുഞ്ഞിപ്പെണ്ണിന് വിശന്നു. ഗുഡ് മോർണിംഗ് സ്വന്തങ്ങളെ. ഞങ്ങൾ നൈറ്റ് കൊഞ്ചം ലേറ്റ് ആയിട്ടോ. അതിനാലെ വന്ന് കുറേ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ പ്രിപ്പറേഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവള് വന്നിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ, കുട്ടിക്കൊന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു കുറെ നാളുകൾക്ക് ശേഷം ഒരു 5 മാസത്തിന് ശേഷം എനിക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. 5 മാസം എത്രയോ പോയ പോലെ ഉണ്ട് എനിക്ക് വരുമ്പോഴൊക്കെ. വീട് എനിക്കെങ്ങനെ ചെയ്യാൻ, വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ വീട് റൂമൊക്കെ സൈലന്റ് ആയിട്ട്, ആരുമില്ല. അമ്മയച്ഛനൊക്കെ അവിടെ ഒരേ ഡെസ്പായിരുന്നു. എനിക്ക് പഴയൊരു കാലത്ത് കല്യാണത്തിന് മുന്നുള്ള കാലത്തേക്ക് ഞാൻ പോയി ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ നിറഞ്ഞ് എവിടെ നോക്കിയാലും സംസാരവും ബഹളവും കുട്ടിൻ്റെ ചിരിയും എല്ലാം കൂടി ഹാപ്പി പറഞ്ഞാലും പോരാ. ഭയങ്കര ഹാപ്പിയാണ്. അത് തന്നെ പൊതുവെ വീട്ടിൽ ഇങ്ങനെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കലകലപ്പുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് ഞങ്ങള് രാവിലെ എണീറ്റ് കുഞ്ഞുമണി അവിടെ കിടന്നു. കുഞ്ഞുമണി രാവിലെ ഉറങ്ങി. ഇനി അച്ഛമ്മയേട്ടന് എനിക്കൊന്നും തരില്ല. അച്ഛനും അമ്മയ്ക്കും ഇവിടെ അവകാശം ഇല്ല എന്നാ പറയണത് അല്ലേ? ഫുള്ള് അച്ഛമ്മയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫീഡിങ്ങിന് മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ വിളിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ തരുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം വീഡിയോ അധികം ഇടാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ അവിടെ അടുത്തില്ലാത്തോണ്ടാണ്. അപ്പൊ ഓരോരോ ആൾക്കാർക്ക് എടുക്കാൻ അതിനുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യാണ്ടിരുന്നത്. ഇനിയുടെ കുട്ടിയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇനിയുള്ള വീഡിയോസ് കംപ്ലീറ്റ് അല്ലേ? കുട്ടിയുടെ വിശേഷങ്ങൾ, പിന്നെ ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തുണ്ടോ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഓരോരോ അവളെ ചിരികള് കാണിക്കുന്നൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തോണ്ടേ ഇരിക്കുക. എന്ത് രസം അറിയോ? ഉറങ്ങണം തോന്നില്ല. ഇല്ലെങ്കിൽ 10 മണിയായി കഴിഞ്ഞാൽ ഉറങ്ങാൻ വലിക്കും. വണ്ടിയിൽ വരുമ്പോ ആള് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഉറക്കം. ഇതാ അവൾക്ക് ഇതാ നമ്മളെ പോലൊരു തൊട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൾക്ക് ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് നല്ല നൈറ്റില്ലേ, നല്ല നൈറ്റ് സുഖമായി കിടന്ന് ഒരു ഡിസ്റ്റർബൻസും ഇല്ല, കരച്ചിലില്ല. ഞങ്ങൾക്ക് അതുപോലെ ക്ഷീണം, ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അതെ, കുറെ നാള് കൂടി ഇത്ര ലോങ് ട്രാവൽ ചെയ്തല്ലേ, അപ്പൊ എനിക്ക് അതിന്റെ ഒരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും നല്ല ടയേർഡായി. ഏട്ടനാണെങ്കിലും രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് വന്നാണ്. അപ്പൊ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവല്, വണ്ടി ഓട്ടല്ലേ, ഡ്രൈവർമാർക്കല്ലേ അതിന്റെ ഒരു പെയിൻ അറിയുള്ളൂ. ഒത്തിട്ടെ അപ്പൊ പിന്നെ അതിന്റെ ഒരു ടയേർഡ് കാരണം എല്ലാരും നല്ല വന്നിട്ടല്ലേ. അപ്പൊ ഇനിയിപ്പോ അതെല്ലാം സെറ്റ് ചെയ്യണം, ഞങ്ങളുടെ വീടാകണം. അതന്നെ ഞങ്ങൾക്ക് ആവണം. ഞങ്ങളുടെ കുഞ്ചാപ്പി എന്താ കാണിക്കണം എന്നുള്ളത് ഇപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാം. കുഞ്ഞിപ്പെണ്ണേ, ഇതാരാണ്? ഹലോ ഹലോ, എന്താണ് വർത്താനം? വണക്കം സ്വന്തങ്ങളെ പറയൂ. വണക്കം. അമ്പട വെടിക്ക്. കൊഞ്ചൊന്ന് ചിച്ചടി പൊന്നെ, ഒന്ന് ചിച്ചടി, ഒന്ന് ചിച്ച് കാണിച്ചു കൊടുക്ക്. ഓടി ഓടി പോണപ്പോ വലിയ ആളായിന്ന വിചാരം. അപ്പൊ ഇനി കുഞ്ഞിപ്പെണ്ണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി ഓരോ വ്ളോഗിലും കാണാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ പൊളി ഫാമിലി ചാനലിക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ഞാവിയും പറയണോ? ശരി, അപ്പൊ നമുക്ക് സ്വന്തം കളിക്ക് എല്ലാവർക്കും ഒരു ബായ് പറഞ്ഞേ. കുഞ്ഞിപ്പെണ്ണെ
അച്ഛൻ എവിടെ? അച്ഛൻ എവിടെ? നോക്ക്. അത് നോക്ക് അവിടെ. ഇത് നോക്ക്. ബായ് സ്വന്തങ്ങളെ. എങ്ങനെയാണ് അവിടെ വർത്തമാനം ഇതാ അങ്ങനെ ഇങ്ങനെ ഒരു വർത്തമാനം ഇതാ. ആൺകുട്ടിന് വർത്തമാനോ? ഇല്ല, ഞങ്ങൾക്ക് ക്ഷമയില്ല. ഞങ്ങൾക്ക് ക്ഷമയില്ല.